മലയാള സിനിമാ മേഖലയിലെ തർക്കം കൈവിട്ട കളിയിലേക്ക് നീങ്ങുന്നു. സിനിമാ സമരം സംബന്ധിച്ച് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തുടങ്ങിയ പരസ്യ ഏറ്റുമുട്ടലാണിപ്പോൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഒരു വശത്ത് ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും അടക്കമാണെങ്കിൽ, മറുവശത്ത് മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും താരസംഘടനയായ AMMയുമാണ്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാനെ ലക്ഷ്യമിട്ടാണ് നിർമ്മാതാക്കൾ പുതിയ നീക്കം നടത്തുന്നത് എന്നാണ് സൂചന. സിനിമാ മേഖലയിൽ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജൂൺ 1-നാണ് നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംഘടനാ തീരുമാനമല്ലെന്നടക്കം ആരോപിച്ച് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ പ്രശ്നം വഷളായി. മോഹൻലാൽ, പൃഥ്വിരാജ്, ടോവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവർ ഈ പോസ്റ്റിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു. അടുത്ത സുഹൃത്തുക്കൾ കൂടിയായ സുരേഷ് കുമാറിനെ തള്ളി മോഹൻലാൽ അടക്കം രംഗത്ത് വന്നത് നിർമ്മാതാക്കളെ ആകെ അങ്കലാപ്പിലാക്കിയിരുന്നു. താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയും എമ്പുരാന്റെ ബജറ്റ് സംബന്ധിച്ചും സുരേഷ് കുമാർ പ്രസ്താവന നടത്തിയതാണ് കാര്യങ്ങൾ വഷളാക്കിയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന AMMയുടെ യോഗത്തിലും സിനിമാ സമരത്തിന് എതിരെയാണ് നിലപാടുയർന്നത്. ചിലരുടെ പിടിവാശിയാണ് സമരത്തിന് പിന്നിലെന്നാണ് താരസംഘടന ആരോപിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒടുവിലാണ് എമ്പുരാനെ ഉന്നം വെച്ചുള്ള ചരടുവലികളും ഒരു വശത്ത് അരങ്ങേറുന്നത്. സിനിമാ ആസ്വാദകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ മാർച്ച് 27-നാണ് റിലീസ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം നിർമ്മാതാക്കൾ സൂചനാ പണിമുടക്ക് നടത്തിയേക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തിയേറ്റർ ഉടമകളടക്കം പിന്തുണ സമരത്തിനുണ്ടെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഇതോടെ 27-നുള്ള എമ്പുരാൻ റിലീസ് തടസ്സപ്പെടുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക. ബിഗ് ബജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന എമ്പുരാൻ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ ഹൈപ്പോടുകൂടി തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് ഈ പുതിയ പ്രതിസന്ധി. മറ്റൊരു നീക്കം കൂടി ആന്റണി പെരുമ്പാവൂരിനെയും എമ്പുരാനെ ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം. മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറിൻ്റെ അനുമതിയോടെ വേണമെന്ന് വ്യക്തമാക്കി ഫിയോക് അടക്കമുള്ള സംഘടനകൾക്ക് ചേംബർ കത്തയച്ചിരിക്കുകയാണ്. 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യാനിരിക്കെ 25 മുതലുള്ള ചിത്രങ്ങൾക്ക് പുതിയ നിബന്ധന കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും ആന്റണി തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രശ്നപരിഹാരത്തിന് ആന്റണി പെരുമ്പാവൂരുമായി ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്നും സിനിമ നിർത്തണമെന്ന് തീരുമാനിച്ചാൽ നിർത്തുക തന്നെ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗം കൂടിയായ ആന്റണി പെരുമ്പാവൂർ സംഘടനാ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണിപ്പോൾ. 7 ദിവസത്തിനകം നൽകണം, ഇല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നിൽ ഹാജരാകുകയും മാപ്പ് ചോദിക്കുകയും തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തുവെന്നും മറ്റ് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുമോ അതോ തടസ്സപ്പെടുമോ എന്ന്.